ഇൻഡസ്ട്രിയിൽ 50 വർഷം പൂർത്തിയാക്കിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു വശത്ത്, മറുവശത്ത് തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയും കന്നഡയിലെ റിയൽ സ്റ്റാർ ഉപേന്ദ്രയും. ഇപ്പുറം അവർക്കെല്ലാം മുകളിൽ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും പ്രകടനം കൊണ്ടും കയ്യടി വാങ്ങുന്ന സൗബിൻ ഷാഹിർ. മോണിക്ക എന്ന ഗാനത്തിലെ ഡാൻസ് കൊണ്ട് തന്നെ അയാൾ റിലീസിന് മുമ്പ് തമിഴ് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയിരുന്നു. ഇപ്പോഴിതാ കൂലിയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ തമിഴ് പ്രേക്ഷകരും മലയാളികളും ഒരേപോലെ പറയുന്നു, സൗബിൻ പൊളിച്ചടുക്കി. സംവിധായകനാകാനായി മലയാളം ഇൻഡസ്ട്രിയിൽ എത്തിയയാൾ അവിടെ നിന്ന് അയാൾ എത്തിപ്പെട്ടത് ക്യാമറയ്ക്ക് മുന്നിലേക്കായിരുന്നു. പ്രേക്ഷകരുടെ കണ്ണിൽ പതിയാത്ത ഒരുപറ്റം റോളുകളിലൂടെ തുടക്കം. അവിടുന്ന് അന്നയും റസൂലും എന്ന സിനിമയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ആദ്യം ഒരുപറ്റം കോമഡി റോളുകൾ. ചന്ദ്രേട്ടനുടെയും മഹേഷിന്റെ പ്രതികാരവും പ്രേമവുമെല്ലാം അയാളെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. താനൊരു നല്ല നടനാണെന്ന് സൗബിൻ ഇടയ്ക്കിടെ തെളിയിച്ചുകൊണ്ടിരുന്നു. ഇതിനിടെ അയാൾ ആഗ്രഹിച്ച ആദ്യ സംവിധാന സംരംഭം പറവയുമായി അയാൾ എത്തി. എന്നാൽ കോമഡി റോളുകളിൽ മാത്രം തളയ്ക്കപ്പെടാതെ ക്യാരക്ടർ റോളുകളിലേക്കും വില്ലൻ റോളുകളിലേക്കും സൗബിൻ പെട്ടെന്ന് ചുവടുമാറ്റി. ആ ചുവടുമാറ്റം ഇന്ന് അയാളെ കൊണ്ടെത്തിച്ചത് സാക്ഷാൽ രജനി സിനിമയിലാണ്. 2 വർഷം മുമ്പ് മനസ്സിലായോ എന്ന ഡയലോഗുമായി മലയാളത്തിന്റെ വിനായകൻ ഒരു രജനി പടത്തിൽ ചെന്ന് കയ്യടി വാങ്ങിയിരുന്നു. നെൽസൺ ഒരുക്കിയ ജയിലർ അന്നൊരു രജനി സിനിമ എന്ന നിലയിൽ മാത്രമായിരുന്നില്ല കയ്യടി നേടിയത്. വിനായകന്റെ വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രവും രജനിക്കൊപ്പം തമിഴർ ഏറ്റെടുത്തു. ഇതാ 2 വർഷത്തിനപ്പുറം മലയാളത്തിൽ നിന്ന് മറ്റൊരു നടൻ വീണ്ടും അങ്ങ് തമിഴ്നാട്ടിൽ ചെന്ന് തകർത്തിരിക്കുന്നു. ദയാൽ എന്ന വില്ലൻ കഥാപാത്രം ഒരുപാട് ഷെയ്ഡുകളിലൂടെ കടന്നുപോകുന്ന ഒരു വില്ലനാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോട്ട് മുതൽ സൗബിന്റെ ദയാൽ സ്ക്രീനിലുണ്ട്. തുടക്കം തന്നെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു രംഗം കൊണ്ട് സൗബിൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു വാങ്ങുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് സൗബിൻ ഷോയാണ്. തെലുങ്ക് സൂപ്പർ താരം നാഗാർജുന തന്റെ കരിയറിലെ ആദ്യ വില്ലൻ കഥാപാത്രമായി എത്തുമ്പോഴും പല സീനുകളിലും അയാൾ സൗബിന് മുന്നിൽ ഒന്നുമല്ലാതായി പോകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൗബിന് സ്ക്രീനിലെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. രജനിയുമായും നാഗാർജുനയുമായുള്ള കോമ്പിനേഷൻ സീനുകളിലടക്കം സൗബിൻ കട്ടയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. നായകന്റെ അടി വാങ്ങി മരിക്കുന്ന ടിപ്പിക്കൽ വില്ലന് പകരം സ്ട്രോങ് ആയ ഒരു ഇംപ്രഷൻ തന്റെ ആദ്യ തമിഴ് സിനിമയിൽ തന്നെ നേടാൻ സൗബിന് സാധിച്ചിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്റെ ഡയലോഗ് ഡെലിവറിയുടെ പേരിലും ജാക്ക് ആൻഡ് ജിൽ, CB5 എന്നീ സിനിമകളിലെ മോശം പ്രകടനത്തിന്റെ പേരിലും സൗബിൻ കേട്ട പഴി ചെറുതൊന്നുമല്ല. CB5 ഇന്റർഗേഷൻ സീൻ കട്ട് ചെയ്തെടുത്ത് അയാളുടെ അഭിനയത്തിന് പലരും എൻഡ് കാർഡിട്ടു. കോമഡിയിൽ തിളങ്ങിയിരുന്ന ഒരാൾക്ക് ചിരിപ്പിക്കാനേ കഴിയുന്നില്ലെന്ന പേര് വീണ്. പക്ഷേ അവിടെ നിന്ന് അയാൾ രോമാഞ്ചത്തിലെ ജിബിനായും മഞ്ഞുമൽ ബോയ്സിലെ പ്രിയപ്പെട്ട കുട്ടേട്ടനായും തിയേറ്ററിൽ കയ്യടി നിറച്ചു. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വിജയക്കൊടി പാർച്ചപ്പോഴേ സൗബിനെ അവർ നോട്ടമിട്ടിരുന്നു. മോണിക്ക എന്ന ഗാനം ഇറങ്ങിയപ്പോഴും കൂലിയുടെ ഓഡിയോ ലോഞ്ചിലെ സൗബിന്റെ ഡാൻസ് കണ്ടപ്പോഴും തമിഴ് പ്രേക്ഷകർ അയാളുടെ മേൽ വച്ചിരുന്ന പ്രതീക്ഷ വർദ്ധിച്ചു. ഇപ്പോഴിതാ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതീക്ഷകൾക്കും അപ്പുറം കടന്നിരിക്കുകയാണ്. കൂലിയിലെ സൗബിന്റെ പ്രകടനത്തിന് ശേഷം അയാൾ ഒരു സംസാര വിഷയമാകുമെന്ന് ലോകേഷ് പറഞ്ഞത് ഇപ്പോൾ സത്യമാവുകയാണ്. തീർച്ചയായും കൂലിക്ക് ശേഷം സൗബിനെ കാത്തിരിക്കുന്നത് വലിയ റോളുകളാകും എന്നത് തീർച്ചയാണ്. മലയാളത്തിൽ പല വിധത്തിലുള്ള വേഷങ്ങളിലൂടെ അഭിനയിച്ച് തകർത്ത സൗബിൻ ഇനി തമിഴിലും മറ്റു ഭാഷകളിലുമായി നിറഞ്ഞു നിൽക്കട്ടെ.